بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ആദരണീയരായ സാദാത്തുക്കൾ ഉലമാക്കൾ ويا أحباب رسول الله صلوا على رسول الله. മൗലിദിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായി കേൾക്കുന്നതാണ് മലിക്കുൽ മുളഫറിനെ കുറിച്ച്. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ എന്ന് പറഞ്ഞിട്ടുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മലിക്കുൽ മുളഫറിന്റെ ചരിത്രം വളരെ വിശദമായി അൽ ഹാവിയിൽ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുളഫർ രാജാവിന്റെ നാട്ടുകാരാണ് ഈ ഇരിക്കുന്ന ആളുകൾ. ബൈ ചാൻസ് ഇന്നിവിടെ എത്തിപ്പെട്ടതാണ്. ഇന്ന് വരും, ഇവിടെ വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. ഇന്നലെ നോളജ് സിറ്റിയിൽ എത്തിയതാണ്. അവർ മർക്കസിലേക്ക് വന്നപ്പോൾ എനിക്ക് പോകാനുള്ള വഴിയിൽ ഇതിനെയും കൂടെ കൊണ്ടുവന്നത്. ഇതൊരു മൗലിദാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് മൗലൂദ് എന്നാണ് പറയാൻ. അപ്പൊ നമ്മുടെ നാട്ടിൽ മൗലൂദ് തന്നെയാണ് പണ്ട് പറയല്. അപ്പൊ മൗലൂദ് ആദ്യമായിട്ട് വലിയ മൗലൂദ് നടത്തിയ ആളാണ് മലിക്കുൽ മുളഫർ, അതിന്റെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞു. ഇർബിൽ എന്ന് പറയുന്ന ഇറാഖിലെ പ്രദേശമാണത്, കുർദിസ്ഥാൻ. ഷാഫി മദ്ഹബുകാരായ ധാരാളം ഉലമാക്കൾ ഉള്ള നാടാണ്. 7000 വർഷം പഴക്കമുള്ള കോട്ടയ്ക്കകത്ത് അവിടെ മലിക്കുൽ മുളഫർ രാജാവിന്റെ മഖ്ബറ ഇന്നും ആളുകൾ സിയാറത്ത് ചെയ്യുന്ന വലിയ കേന്ദ്രമാണ് എന്നും അവിടെ നടക്കുന്ന മൗലിദിന്റെ ചെറിയൊരു ശൈലിയിലാണ് അദ്ദേഹം മൗലിദ് നമ്മളെ കേൾപ്പിച്ചത്. 73 വയസ്സുള്ള ആളാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. കണ്ടാലൊരു 18 വയസ്സേ തോന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുക, മദ്ഹുകൾ പറയുക എന്നതു തന്നെയായിരുന്നു മൗലിദിന്റെ രീതിയായിട്ട് മഹത്തുക്കൾ അനുവർത്തിച്ചത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് പറയുക, റഹ്മത്തിനെ കുറിച്ച് പറയുക. റഹ്മത്താകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട് മാത്രമാണ് നബിയെ അങ്ങയെ നാം അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ കാരുണ്യം? അത് സംസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കാരിമുൽ അഖ്ലാഖ് ലോകത്തിന് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനാകേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ഒരു ആഘോഷമാക്കി, അതൊരു വലിയ പ്രോഗ്രാമാക്കി, വലിയൊരു ഇവന്റാക്കി എടുത്ത് അത് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തന്ന മുളഫർ രാജാവ് നൂറുകണക്കിന് ഒട്ടകങ്ങളെയും 1000കണക്കിന് ആടുകളെയും മാടുകളെയും എല്ലാം അറുത്ത് വലിയ സദ്യ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സ്വന്തം വകയായും നാട്ടിലെ ജനങ്ങളെ മുഴുവനും ആ മൗലിദിലേക്ക് അവരെ കൊണ്ടുകൂടെ മൗലിദിന്റെ ഭാഗമാക്കിയിരുന്നു എന്നുകൂടിയാണ് പറയുന്നത്. കാരണം ജനങ്ങളിലെല്ലാം മഹബ്ബത്ത് എന്ന് പറയുന്നത് അവരുടെ ഏകത്വത്തിന്റെയും ഐക്യത്തിന്റെയും വലിയൊരു അടയാളമായിട്ട്, അതാണ് ലോകത്ത് മുസ്ലിംകൾ ഒന്നിക്കുന്ന ഒരു ഏകത്വം. അത് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക. മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഒരു ഇദ്ഹാറാണ് മൗലിദ്, അതിന്റെ ഒരു പ്രകടനമാണ് മൗലിദ്. മഹബ്ബത്ത് പ്രകടമാക്കുന്നതിന്റെ ധാരാളം അടയാളങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കുക എന്നതാണ്. ഇമാം ശിഹാബുദ്ദീൻ ഖാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദ് ഖദ്ദസല്ലാഹു സിർറഹു അവരുടെ ബുഖാരി ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ ബഹാഉദ്ദീൻ നഖ്ശബന്ദ് അവരുടെ
ആ ഒരു സിദ്ദീഖിയ പരമ്പരയിൽ മഹാനവറുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബോധകനായിരുന്ന അക്ബർ രാജാവെന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയും രാജ്യത്തെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിലെ ഒരേ ഒരാൾ അക്ബറായിരുന്നു. ആ അക്ബറിന്റെ വലിയ ഭരണകൂടത്തോടും അക്ബറിന്റെ കാലത്തുള്ള അബുൽ ഫൈസി എന്നൊക്കെ പറയുന്ന വലിയ ഖുർആൻ പണ്ഡിതരായിരുന്ന, ദുനിയാവിന്റെ പണ്ഡിതരായി ജനങ്ങളെ രാജാവിനെ ഉൾപ്പെടെ വഴിതെട്ടിലേക്ക് നയിച്ചിരുന്ന ആ ആളുകളോട് മുഴുവനും എതിർത്തു നിന്ന് ഈ സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിൽ എങ്ങനെയാണ് ഉറപ്പിച്ചു നിർത്തിയത് എന്നതിനെ പറ്റി മുജദ്ദിദ് അൽഫാസാനി തങ്ങളുടെ ശിഷ്യന്മാര് പറയുന്നത്, മഹാനവറുകളുടെ ജീവിതം അത് സുന്നത്തിനെ ഹയാത്താക്കിക്കൊണ്ടായിരുന്നു. എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം അത് ജീവിതത്തിലുടനീളം ഓരോ നിമിഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതായിരുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ എവിടെയാണുള്ളത്? റസൂലുള്ളാഹി തങ്ങളുടെ ഫോട്ടോ ഉള്ളത് മൗലിദ് കിതാബിലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഫോട്ടോ ഉള്ളത് ശമാഇലിന്റെ കിതാബുകളിലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഫോട്ടോ വരച്ചാൽ ആ ഫോട്ടോ നമുക്ക് മനസ്സിലാവുകയില്ല, രൂപമുണ്ടാക്കിയാലും മനസ്സിലാവുകയില്ല. അതിനേക്കാളേറെ വ്യക്തമായി കിതാബ് ഓതിയാൽ മനസ്സിലാകും. അതാണ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എല്ലാ കുട്ടികൾക്കും അറിയാം. ഉള്ളു ചുവന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവിൻ, അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. കാസർഗോഡ് ബപ്പംകുഞ്ഞു മുസ്ലിയാർ ഉണ്ടാക്കിയ ആ കവിത, റസൂലുള്ളാഹി തങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു, അതിന്റെ കളർ എങ്ങനെയായിരുന്നു? ചുവപ്പ് കലർന്ന വെള്ള നിറം. ഇംഗ്ലീഷുകാരന്റെ വെള്ളയല്ല, അമേരിക്കക്കാരന്റെ ചുവപ്പും അല്ല, ഉള്ളിൽ വെള്ള, ആ ചുവപ്പ് കയറിയ വെള്ള, ഉയർന്നു നിൽക്കുന്ന മൂക്കിന്റെ പാലവും അതിമനോഹരമായ മൂക്കിന്റെ ദ്വാരങ്ങളും വളരെ രസകരമായ ചുണ്ടുകളും വീതിയുള്ള വായയും വളരെ ആ വെളുത്ത് മുല്ലപ്പൂ പോലിരിക്കുന്ന പല്ലുകളും റസൂലുള്ളാഹി തങ്ങളുടെ നല്ല കറുത്ത് നിറഞ്ഞു നിൽക്കുന്ന കണ്ണിന്റെ പുരികങ്ങളും, രണ്ട് പുരികങ്ങൾക്കിടയിലും ഒരൽപ്പം വേറിട്ട് നിൽക്കുന്ന ഒരു വെളുത്ത നിറവും. ദേഷ്യം പിടിക്കുമ്പോൾ അവിടെയുള്ള ആ നരമ്പുകൾ ഇങ്ങനെ ഉയർന്നു വരും. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണിന്റെ പീലി അത് നല്ല കറുപ്പായിരുന്നു. കണ്ണ് നല്ല വെള്ളയും കണ്ണിന്റെ കുട്ടിക്ക് നല്ല കറുപ്പും. ആ നെറ്റിത്തടം, തിളങ്ങുന്ന നെറ്റിത്തടം, റസൂലുള്ളാഹി തങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ വന്നാൽ മുത്തുമണികളെ പോലെ അത് ലംഘും. റസൂലുള്ളാഹി തങ്ങളെങ്ങാനും പുഞ്ചിരിച്ചാൽ, വാ തുറന്നാൽ വായിൽ നിന്നൊരു ലൈറ്റ് പുറത്തേക്ക് വരുന്നത് പോലെ, ട്യൂബ് ലൈറ്റ് കത്തിയതുപോലെ പ്രകാശിക്കും, അത് പരിസരത്തെ ചുവരുകളിൽ പ്രതിബിംബിക്കും എന്ന് സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. തലയിലും താടിയിലുമായി രോമങ്ങൾ. വഫാത്തിന്റെ സമയമാകുമ്പോൾ തങ്ങൾക്ക് നരച്ച മുടികൾ എത്രയായിരുന്നു? അത് 16, 17, 17 രോമങ്ങളായിരുന്നു എന്നെണ്ണി എണ്ണി പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വെളുത്ത രോമങ്ങളിൽ മൈലാഞ്ചി പുരട്ടാറുണ്ടായിരുന്നോ? അതെങ്ങനെയാണ് ചുവന്നു നിന്നിരുന്നത്? ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ്. അവിടുത്തെ കഴുത്തും കയ്യും കാലും നടത്തവും ഇരുത്തവും എല്ലാം എണ്ണി എണ്ണി പറയുന്നത് കൊണ്ട് ആ ഗ്രന്ഥപാരായണത്തിലൂടെ പൂർണ്ണമായൊരു ചിത്രം ഖിയാമത്ത് നാൾ വരെ മനുഷ്യ മനസ്സുകളിൽ സ്ഥാപിക്കാൻ സ്വഹാബത്ത് അത് പകർത്തിയെടുത്ത് ലോകത്തിന് നൽകി. നടത്തം ഒരാഞ്ഞാഞ്ഞു നടത്തമാണ്. ഒരു മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് പോലെയുള്ള ഒരു നടത്തമാണ് റസൂലുള്ളാഹി തങ്ങളുടെ നടത്തം. അതിവേഗമാണ്, പക്ഷേ കണ്ടാൽ വളരെ കൂളാണ്. തങ്ങളുടെ നടത്തം തങ്ങൾ അറിയുന്നേയില്ല. കൂളായി തങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ കൂടെ എത്താൻ അതിവേഗം ഓടേണ്ടി വരുന്നു എന്ന് സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. തങ്ങൾ ഒരു തക്ലീഫ് ചെയ്തുകൊണ്ടുള്ള നടത്തം അല്ലെങ്കിലും വേഗം വളരെ കൂടുതലാണ്. ഞങ്ങൾക്കത് വളരെ സിമ്പിളായി, കണ്ടാൽ സിമ്പിളായിട്ട് തോന്നും. എങ്കിലും കാലടികൾ ഓരോന്നും ഉറച്ച അടികളാണ്. കാലുകൾ ഒന്നെടുത്തു വെക്കുന്നത് കാണുമ്പോൾ അത് പറിച്ചെടുക്കുകയാണ് എന്ന് തോന്നും.
എങ്ങനെ തള്ളിയാലും വീഴുകയില്ല ആ നടത്തത്തിനിടയിൽ. അത്രയും ഉറച്ച അടികളാണ്. എന്നാൽ ഭൂമിയിൽ വെക്കുന്നത് വളരെ സോഫ്റ്റായിട്ടാണ് അതിനെ വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇരുത്തം എങ്ങനെയാണ്? വകാന ജുല്ലു നദ്രിഹി ഇലൽ അർള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം മുഴുവനും ഭൂമിയിലേക്കാണ്. വിനയത്തിന്റെ നോട്ടമാണത്. ചില സമയത്ത് ആകാശത്തേക്ക് നോക്കും, അത് ചിന്തയുടെ നോട്ടമാണ്. അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല. കഴുത്തു തിരിച്ചു പിറകോട്ട് നോക്കുന്ന ജീവിതത്തിൽ ഒരു സ്വഭാവമേ ഇല്ല. ആവശ്യമായാൽ ശരീരം പൂർണ്ണമായും തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുക. ആ പുന്നാരവദനത്തിൽ ഒരിക്കലും തന്നെ ഈച്ച വന്നിരുന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുത്തം ഒരടിമയെപ്പോലെ ഞാൻ ഇരിക്കുമെന്ന് തങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവച്ചാൽ നബി തങ്ങൾ നിലത്തു ഭക്ഷണം വെച്ച് അവിടെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് പറയും, അന അബ്ദുൻ ആകുലു കൽ അബ്ദ്. ഞാനൊരടിമയാണ്, അടിമയെപ്പോലെ ഞാൻ ഭക്ഷണം കഴിക്കും. രണ്ട് കാലുകളും അടുപ്പിച്ചു വെച്ച് ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാല് ചേർത്തു വെച്ച് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. കൈ നിലത്തു കുത്തുകയില്ല, പ്ലേറ്റിലേക്ക് തലകുനിച്ചിരിക്കുകയും ഇല്ല. കൈകൊണ്ട് ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കും. ഏറ്റവും ചുരുങ്ങിയത് 3 വിരലെങ്കിലും ഇല്ലാതെ തങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ആവശ്യമായാൽ 4 5 ആവശ്യത്തിന് കൂട്ടിക്കൊടുക്കും. 2 വിരൽ കൊണ്ട് കഴിക്കുന്നത് ശൈത്താന്റെ ശൈലിയാണ്. ഒരിക്കലും തങ്ങൾ അങ്ങനെ കഴിക്കില്ല എന്നാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അതെനിക്കും ഇഷ്ടം എന്ന് പറയുന്ന എത്ര ആളുകളാണ്? കോടാനുകോടിക്കണക്കിന് ആളുകൾ. തങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെനിക്കും ഇഷ്ടം. സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങളുടെ 10 വർഷത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭക്ഷണം കൊണ്ടുവച്ചാൽ ചിലപ്പോ കറിയിൽ നിന്ന് തങ്ങൾ ചുരങ്ങയുടെ കഷ്ണം ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നത് കണ്ടപ്പോ എനിക്ക് അതിനോട് ഇഷ്ടമായി. പിന്നെ ഞാൻ എപ്പോഴും ചുരങ്ങ തിന്നും. അതെനിക്ക് എന്റെ ഇഷ്ടമായി മാറിക്കഴിഞ്ഞു. മഹാനായി അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു 70 വയസ്സുവരെ വത്തക്ക തിന്നില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് തങ്ങൾ എങ്ങനെയാണ് വത്തക്ക കട്ട് ചെയ്തത് എന്നറിയാത്തത് കൊണ്ട്, ആ ഒരു സുന്നത്തിന്റെ കൃത്യമായ ശൈലി അറിയാത്തത് കൊണ്ട് ഞാൻ വത്തക്ക കഴിച്ചില്ല എന്ന്. എവിടെയാണ് തങ്ങൾ കാലുവെക്കുന്നത്, എവിടെയാണ് തങ്ങൾ ഇരിക്കുന്നത് എന്ന് നോക്കി കൂടെ നടന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ യാത്ര പോകുമ്പോൾ എങ്ങാനും വഴിയിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു റൂട്ടിലൂടെ തിരിച്ച് പിന്നെ യൂ ടേൺ അടിച്ചു വന്ന് മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ വഴിയിലൂടെ വരുമ്പോ ഒന്ന് മുന്നോട്ട് പോയി യൂ ടേൺ എടുത്തു വന്നിട്ട് പിന്നെ തിരിഞ്ഞു പോകും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇതിന്റെ ആവശ്യം എന്താണ്? നബി തങ്ങൾ ഒരിക്കൽ തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ പോയതിനു ശേഷം തീരുമാനം മാറ്റി വന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും പോകുമ്പോൾ അങ്ങനെ പോകുന്നത്? അതാണ് തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറയുന്നത്. തങ്ങൾ യാത്ര പോകുമ്പോ, പരിപാടിക്കൊക്കെ പോകുമ്പോ ഒരിക്കലും പറയില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. എല്ലാവരും റെഡി ആയിക്കോളൂ, പോകാം എന്ന് പറയും. അങ്ങനെ പുറപ്പെട്ട് ചിലപ്പോ പോകുമ്പോ അങ്ങനെ ആളുകൾ വിചാരിക്കും കോഴിക്കോട്ടേക്കാണ് എന്ന്. കുറ്റിക്കാട്ടൂരെത്തും പറയും വലത്തോട്ട് തിരിച്ചോ എന്ന്. അപ്പൊ വിചാരിക്കും മർക്കസിലേക്കാണ് എന്ന്. അങ്ങനെ കുന്നമംഗലെത്തും വീണ്ടും പറയും വലത്തോട്ട് തിരിച്ചോ എന്ന്. അപ്പൊ വിചാരിക്കും മടവൂരിലേക്കാണ്. അപ്പോ എവിടേക്കാണെന്ന് പറയില്ല, അവസാന ഘട്ടത്തിലാണ് തങ്ങൾ പറയുക. കാരണം അതൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. പറയുന്നതിന് മുമ്പ് ആളുകൾ പബ്ലിഷ് ചെയ്യും. നമ്മൾ പല വിഷയങ്ങളും അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പബ്ലിഷ് ചെയ്യും. അത് ആളുകളോട് പറയുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ അവിടെ വരുന്നുണ്ട് എന്നൊരാളോട് വിളിച്ചു പറഞ്ഞാൽ അവര് മറ്റുള്ളവരോട് പറയും. അപ്പോ റൂട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തങ്ങൾ നല്ല സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനാണ് നാം ഓർക്കുന്നത്? നാം ഓർക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ്, നമുക്ക് ജീവിതത്തിൽ കപ്പാസിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്, നമുക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വേണ്ടിയാണ്, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിന് ഇനി ഞാൻ രക്ഷപ്പെടുമോ, വലിയ കച്ചവടം എല്ലാം തകർന്നടിഞ്ഞു, ഇനി എങ്ങനെ രക്ഷപ്പെടാൻ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ, അതൊന്ന് വായിക്കുമ്പോൾ 3 വർഷക്കാലം മക്കയിലെ ശുഅബ് അബി താലിബിൽ ഉപരോധിതനായി കഴിഞ്ഞു.
മൂന്ന് ഭാഗത്തും മലകൾ. കടന്നു വരുന്ന വഴിയിൽ അങ്ങ് ഉപരോധം ഏർപ്പെടുത്തി. അങ്ങോട്ട് ആരെയും കടക്കാൻ അനുവദിക്കൂല, ഇങ്ങോട്ട് പോകാനും അനുവദിക്കൂല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ, ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ അത് വഴിയിൽ വെച്ച് തടയും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തുപോയിട്ട് കക്ഷത്തിനുള്ളിൽ ഒതുക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രമായിരുന്നു ഏറെക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെയും കടത്തിവിടാത്ത ഒരു കാലം. എല്ലാവർക്കും ആ സമയത്ത് മെല്ലെ മെല്ലെ ഓരോ ആളുകൾ ഒഴിഞ്ഞു പോകില്ലേ? ഇങ്ങനെ തന്നെ കൂടിയിട്ട് എന്താണ് കാര്യം, ഇവരുടെ കൂടെ നിന്നാൽ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ. ഒരൊറ്റ കുട്ടി പോലും മാറിപ്പോകാതെ നിന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ മോചനം ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു സന്തോഷത്തിന്റെ ഒരു അവസരം വന്നപ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബ് അവർ മരണപ്പെടുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹായുടെ വഫാത്ത് ഉണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും പരീക്ഷണങ്ങളാണ്, എതിർപ്പുകളും പലതരത്തിലുള്ള പീഡനങ്ങളുമാണ്. അങ്ങനെയല്ലേ അവസാനം മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുമ്പോൾ സ്വഹാബത്ത് ഓരോരുത്തരായി പോയി. അവസാനമാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വന്ന് സമ്മതം ചോദിക്കുന്നു. തങ്ങൾ പറയുന്നു, ആയിട്ടില്ല, ഏതായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം, നിങ്ങൾക്ക് നല്ലൊരു കമ്പാനിയനെ കിട്ടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതായാലും 2 വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. ഒരു കമ്പാനിയനെ കൂടി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് 2 വണ്ടി റെഡിയാക്കി വെച്ചു എന്നാണ്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം അങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. പോകാം, സമയമായിട്ടുണ്ട്. വണ്ടി 2ഉം റെഡിയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളാണ് എന്റെ കൂടെ വരുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്നത്. അത് ആരാണാവോ എന്നുള്ള ചോദ്യമേ ഇല്ല. അറിയുമ്പോൾ അറിയും. അല്ലാതെ രഹസ്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുക, അതെന്നാണാവോ, അതെവിടെയാണാവോ, എപ്പോഴാണ് തുടങ്ങുക, ഏത് സ്ഥലത്താണ് ഉണ്ടാവുക, ഇതൊന്നും സിദ്ദീഖായ മനുഷ്യർക്ക് ചോദ്യം ഇല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ബീബി ഹഫ്സ റളിയല്ലാഹു അൻഹാ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഭർത്താവ് മരണപ്പെട്ട സമയത്ത് അവരുടെ ഇദ്ദ കഴിഞ്ഞപ്പോൾ മകളെ ആരെക്കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ മകള് മുത്തല്ലഖത്താണ്, നിങ്ങൾ കല്യാണം കഴിക്കുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിപ്പോ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ ഇപ്പോൾ കല്യാണം കഴിക്കുമോ? ഇല്ല, എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹായെ കല്യാണം കഴിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ, അന്ന് താങ്കൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതിരുന്നതിൽ താങ്കൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ഏറ്റവും സഹായിക്കേണ്ട ഏറ്റവും അടുത്ത ആളായ നിങ്ങൾ അതിന് മുന്നോട്ട് വരാത്തതിൽ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എനിക്കത് തീർന്നു എന്ന് മാത്രമല്ല, അന്നത് നടന്നില്ലല്ലോ എന്നതിൽ എനിക്ക് സന്തോഷവും ആയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കതറിയാമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും അടുത്ത അനുയായിയായ, ഈ ദീനിന് ഏറ്റവും വലിയ ഇസ്സത്ത് നൽകിയ ഉമറിന്റെ മകളുടെ ഭർത്താവ് മരിച്ചപ്പോ ആ ഉമറിനെ സന്തോഷിപ്പിക്കാൻ അവരുടെ മകളെ ഞാൻ കല്യാണം കഴിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ താങ്കളോടത് പറഞ്ഞില്ല. ബിക്കോസ് ഞാനത് പറയുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് എന്റെ ജോലിയല്ല. വമാ കാന ലിബ്നി അബി ഖുഹാഫത അത് തങ്ങൾ പറയേണ്ടത് തങ്ങൾ തന്നെ പറയണം. അത് കേട്ടാൽ ഞാൻ ഓടിപ്പോയി പറയുക എന്നത് എന്റെ ശൈലിയല്ല. ഞാൻ ആ രഹസ്യം സൂക്ഷിക്കുകയായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും മദീനയിലെ നിവാസികൾ
മക്കയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോൾ ഏതു വീട്ടിലാണ് വരിക, ഏതു വീട്ടിലാണ് താമസിക്കുക, എവിടെയാണ് കയറുക, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ വരുമായിരിക്കാം, എൻ്റെ വീട്ടിൽ വരുമായിരിക്കാം. ഒട്ടകം വന്ന് 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 അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്റ്റോപ്പാകും. ആളുകൾ ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറയും. നിർത്താനായിട്ടില്ല. തങ്ങൾ പറയും, ആ ഒട്ടകത്തിന് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശമുണ്ട്. അതെവിടെയാണോ നിൽക്കുന്നത് അത് അവിടെ ഇറങ്ങാം. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു. തങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു. ഒട്ടകം എഴുന്നേൽക്കുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു, യൂട്ടൺ അടിച്ച് വീണ്ടും വരുന്നു, അവിടെ തന്നെ മുട്ടുകുട്ടുന്നു. അപ്പോഴാണ് തങ്ങൾ ഇറങ്ങുന്നത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുന്നു. വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മദീനയിലെ എല്ലാ വീട്ടുകാരും സജ്ജീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ താഴെ റൂം എടുക്കാം, കാരണം എന്നെ കാണാനൊക്കെ ആളുകളൊക്കെ വരുമല്ലോ, അപ്പൊ വീട്ടുകാർക്ക് ശല്യമായിരിക്കും. അല്ല, തങ്ങൾ മുകളിൽ താമസിക്കണം എന്ന് പറഞ്ഞു. അല്ല, അത് വേണ്ട, ആളുകൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടുകാർക്ക് ശല്യമാകുന്നത് കൊണ്ട് ഞാൻ താഴെ തന്നെ താമസിക്കാം, നിങ്ങൾ മുകളിൽ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അബൂ അയ്യൂബും ഉമ്മു അയ്യൂബും റളിയല്ലാഹു അൻഹുമാ അന്ന് വീടിന്റെ മുകളിൽ താമസിച്ച രംഗം പറയുന്നു. കോണി കയറിയിട്ട് മെല്ലെ ചുവരു ചാരി ഇങ്ങനെ നടന്നു. കാരണം തങ്ങളുടെ മുകളിലായി പോകാൻ പാടില്ല, ആ ശിരസിന്റെ മുകളിലായി പോകരുത് എന്ന് കരുതിയിട്ട്. അങ്ങനെ ഒരു പാത്രം മറിഞ്ഞു, വെള്ളം പുറത്തേക്ക് വന്നു. ആ വെള്ളം താഴോട്ടിറ്റുമോ, തങ്ങളുടെ മേൽ വെള്ളമാകുമോ എന്നൊക്കെ വല്ലാത്ത മനസ്സിന് പേടിയുണ്ടായി. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തങ്ങൾ മുകളിൽ തന്നെ താമസിക്കണം, ഇനി ഞങ്ങൾ മുകളിൽ കയറില്ല. കുറച്ചു ദിവസമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പിന്നീട് സ്വന്തമായ ഹുജറകളൊക്കെ ഉണ്ടാക്കപ്പെട്ടു. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഉമ്മു അയ്യൂബ് ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. ഏതെങ്കിലും ദിവസം കയറി വന്നാലോ എന്ന് കരുതിയിട്ട് വൈകുന്നേരമാകുമ്പോൾ അത് മക്കൾക്ക് കൊടുക്കും, പിറ്റേന്ന് വീണ്ടും ഉണ്ടാക്കും. എല്ലാ ദിവസവും റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും. അപ്പോ വരാമെന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ, വാതിന് വന്ന് തങ്ങൾ വന്ന വീട്ടിൽ കയറുമെന്ന് പറഞ്ഞിരുന്നു, കയറിയില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാരന്റെ മനസ്സിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാ, കൂലി കിട്ടി. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂലി കിട്ടി. കൊടുത്തില്ലെങ്കിൽ, വരാതിരുന്നാൽ കൂലി ഡബിളാവുകയും ചെയ്യും. ചിലപ്പോ വന്നാൽ ഒരു കൂലി, വന്നില്ലെങ്കിൽ 2 കൂലി. അങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, എന്ന് വന്നാലും കൊടുക്കാം എന്ന് കരുതിയിട്ട്. അങ്ങനെ നബിതങ്ങളെ സ്നേഹിച്ച് കാത്തിരിക്കുക. നബിതങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടാവുക. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, ലോകാവസാനം വരെ വരുന്ന ആളുകൾക്ക് ഈമാനിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചു. എല്ലാവർക്കും സ്നേഹം കൊടുത്തു, കാരുണ്യം കൊടുത്തു. അത് തിരിച്ച് ലോകം റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ അടയാളമാണ്. 1500 വർഷം ജന്മദിനത്തിന് തികയുമ്പോഴും 1500-ാം ജന്മദിനം വരുമ്പോഴും ലോകത്ത് അതിന് യാതൊരു കുറവും ഇല്ല. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ലോകത്ത് വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും ഇല്ല. 1000 വർഷം കഴിഞ്ഞപ്പോ ഫൈസി പറഞ്ഞു കൊടുത്തു അക്ബറിനോട്, ഇപ്പൊ 1000 കൊല്ലമായി, ഇനി ശരീഅത്തിലൊരു മാറ്റം വരുത്താനായിട്ടുണ്ട്, അതുകൊണ്ട് പുതിയൊരു മതം ഉണ്ടാക്കണം, പുതിയൊരു നബി വരേണ്ടതാണ്. പക്ഷെ നബി ഇനി വരില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും മാറ്റം ഉണ്ടാക്കണം. അങ്ങനെയാണ് ദീനെ ഇലാഹി എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ കൊണ്ടൊരു ദീൻ ഉണ്ടാക്കുന്നത്. അദ്ദേഹം വളരെ മോശമായ ജീവിതം നയിക്കുകയും ജനങ്ങളെ മുഴുവനും വഴികേടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഒരു പണ്ഡിതനായ ഇമാം റബ്ബാനി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന് രാജാവിനോട് പോരാടുന്നതിന്റെ അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഓരോ നിമിഷത്തിലും അത് എന്താണെന്ന് പഠിച്ച് അങ്ങനെ തന്നെ പകർത്തി ജീവിക്കുക എന്നതായിരുന്നു. അപ്പൊ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടികൊള്ളുന്നത് ആ മഹബ്ബത്ത് ഖൽബിൽ കുടികൊള്ളുന്നതിലൂടെയാണ്.
ഒന്നാമത്തെ അടയാളം പേര് കേൾക്കാൻ ഇഷ്ടമുണ്ടാവുക എന്നതാണ്. പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. കാണാൻ ആഗ്രഹിക്കുക എന്നതാണ്. കാണാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചപ്പോൾ, അതിനുവേണ്ടി കടകളിൽ നിന്ന് ഇറക്കി ഓടിക്കപ്പെട്ടപ്പോൾ, വാടകക്കാരൻ എന്റെ കടയിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ ദീനിന്റെ കൂടെയാണെന്ന് പറഞ്ഞുറച്ചു നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സുകളിലേക്ക് കടന്നു വരുന്നു. കൺമുന്നിലേക്ക്, ഉറങ്ങുന്ന മനുഷ്യന്റെ കൺമുന്നിലേക്ക് കടന്നു വരുന്നു. നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് അവർ കടന്നു വരുന്നു, അവരുടെ കണ്ണിലേക്ക് കടന്നു വരുന്നു, അവരുടെ കാഴ്ചപ്പുറത്തേക്ക് വരുന്നു. ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്നു. 3 വർഷം അടഞ്ഞിരുന്ന ആ മക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നവർ പിന്നീട് മദീനയിലേക്ക് പോകേണ്ടി വന്ന് ഇനി എങ്ങനെയാണ് തിരിച്ചു വരിക? ആ വലിയ ഖുറൈശി കിങ്കരന്മാരായ ആളുകൾ അവിടെ നിന്നൊന്നും എടുക്കാൻ കഴിയാതെ, കയ്യിലെടുക്കാൻ കഴിയാതെ 400 കിലോമീറ്റർ ഇപ്പുറം വന്നവർ ഇനി തിരിച്ചു പോകും എന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഒരിക്കലും ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന ഒരവസരം വരില്ല, ഇവിടെ തന്നെ അവസാനിക്കുകയല്ലാതെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുന്നിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 വർഷം കഴിഞ്ഞപ്പോ അതാ പോകുന്നു, മക്ക കീഴടക്കുന്നു, മക്കയിലേക്ക് കയറി ചെല്ലുന്നു. മക്കയിലെ മുഴുവൻ ആളുകളും കീഴൊതുങ്ങുന്നു, ഒരു തുള്ളി പോലും രക്തം പൊടിയാതെ വിജയിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിൽ തരുന്ന ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുക. നിങ്ങൾ എന്ത് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മോചനത്തിന്റെ ദിനങ്ങൾ വരുന്നുണ്ട്. അതാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫതഹിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മോട് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അതിവിശാലമായ ഈ ഒരു മൗലിദിന്റെ സദസ്സ് ഇർബില് മുളഫർ രാജാവിന്റെ നാട്ടുകാരെ കൊണ്ട് മാഷാ അല്ലാഹ്, ബ്ലെസ്ഡ് വിത്ത് ദ പീപ്പിൾ ഫ്രം ദി ലാൻഡ് ഓഫ് മലിക്കുൽ മുളഫർ. മാഷാ അല്ലാഹ്, ആ മുളഫർ രാജാവിന്റെ പാരമ്പര്യം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞിഹാജി അവർക്ക് അല്ലാഹു തആല അവസരം കൊടുത്തു. മഹാനായ ബദറുസ് സാദാത്ത് റഫഅല്ലാഹു ഖദ്റഹു, അല്ലാഹു അവർക്ക് വലിയ ആയുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളും നൽകി, ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബദറുസ് സാദാത്ത്, അതുപോലെയുള്ള സാദാത്തുക്കളേറെ, ഉലമാക്കളകിലും അഹ്ബാബുകൾ നിറയെ എല്ലാവരും വന്നു നിൽക്കുന്ന ഈ ഒരു മഹനീയമായ സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി കാണുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും നബി തങ്ങൾ കാണുന്നുണ്ട്. ആ കാഴ്ചപ്പുറത്ത് എന്നെ കാണുമ്പോൾ എന്റെ മുഖത്ത് താടിയുണ്ടോ? എന്നെ കാണുമ്പോൾ ഞാൻ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടോ? എന്നെ നബി തങ്ങൾ കാണുമ്പോൾ എന്നെ അത്തറ് മണക്കുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ നബി തങ്ങൾ എന്നിൽ എന്തെല്ലാം സുന്നത്തുകളാണ് കാണുന്നത്? എന്നെ ആ ഒരു സുന്നത്തോടുകൂടി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി കാണണം എന്ന ഉത്കടമായ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരൽ ആ മഹബത്തിന്റെ പ്രകടനമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പീപ്പിൾ ഫ്രം ഇർബിൽ, മലിക്കുൽ മുളഫർസ് പ്ലേസ്. അൽഹംദുലില്ലാഹ്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ സദസ്സുകൾ മാഷാ അല്ലാഹ് നമ്മുടെ നാടുകളിൽ മഹത്തുക്കളായ ഉലമാക്കൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള മഹത്തായ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം വളർന്നു വരുന്നത്. നമുക്ക് കഴിവിന്റെ പരമാവധി, കഴിവിന്റെ തോതനുസരിച്ചുകൊണ്ട് മൗലിദുകൾ ഓരോ വീട്ടിലും നടത്തുകയും ഓഫീസുകളിലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മൗലിദുകൾ നടത്തിയിട്ട് തിരുസുന്നത്തിന്റെ, തിരു ആശയത്തിന്റെ മഹത്തായ ആ സന്ദേശത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. തിരുവസന്തം 1500-ാം തിരുവസന്തത്തിന്റെ ഈ മഹത്തായ അവസരത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് മുന്നേറാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കളായ ഉലമാക്കൾ, സദാത്തുക്കൾ, നേതാക്കൾ, അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അവരിലൂടെ നമുക്ക്
അള്ളാഹു താല കാരുണ്യം ചൊരിയട്ടെ. ഈ വീട്ടുകാരൻ്റെ സതുദ്ദേശങ്ങൾ അള്ളാഹു താല പൂർത്തിയാക്കട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മഹബത്ത് ഏറ്റിക്കൊടുക്കട്ടെ. നമുക്കെല്ലാം അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു.